എനിക്ക് ആ കൂടി പേടിയാവുന്നു. ഈ മാമ്പള്ളി മേനന്മാരെല്ലാരും കൂടി ഇനി എന്റെ സഞ്ജീവന്റെ നേരെ തിരിയില്ലേ? ആര് തിരിഞ്ഞാലും നീതിക്കും ന്യായത്തിനും വേണ്ടി എന്റെ മോൻ പാറ പോലെ ഉറച്ചു നിൽക്കും. അതെനിക്ക് ഉറപ്പാ. എന്റെ മരുമോന്റെ നെഞ്ചത്ത് ലോറി കയറ്റിക്കൊന്ന പോലെ എത്രയെത്ര കുടുംബങ്ങളെയാ അവര് വഴിയാധാരമാക്കിയിരിക്കുന്നത്. പോയവര് പോയി, നമുക്കതേ വിധിയുള്ളൂന്നോർത്ത് സമാധാനിക്കാം. പക്ഷെ ഇനി ഈ വീട്ടിന് ആകെ തുണിയുള്ളത് അവനാ. ഈ നാട്ടിലവന് ജോലി വേണ്ടച്ച. എങ്ങോട്ടെങ്കിലും സ്ഥലമാറ്റം മേടിച്ചു പോകാൻ പറ. ചേച്ചി പേടിക്കാതിരിക്കുക ചേച്ചി, എനിക്കൊന്നും സംഭവിക്കില്ല. തന്റേടിയായ ഒരു പോലീസ് ഓഫീസർക്ക് ശത്രുക്കൾ ഉണ്ടാകും. പക്ഷെ എന്റെ മോനെ ഇവിടുത്തെ ജനങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇപ്പൊ റോഡിൽ കൂടെ നടന്നു വരുമ്പോ ആൾക്കാർക്ക് എന്നോട് സഹതാപമല്ല, ആരാധനയാ. SI സഞ്ജീവിന്റെ അച്ഛനോടുള്ള ആരാധന. എന്റെ വകയായിട്ട് ഒരു സമ്മാനം തരുന്നുണ്ട് മാമന്. എന്തിന്? എന്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിച്ചതിന്. അതിനെന്ത് സമ്മാനാ തരുന്ന? ഇനി നമുക്ക് അയാളെ കൊല്ലണം. മാമന്റെ അനന്തരവള് തന്നെ. ആ സഞ്ജീവ, മോൻ സോനയുടെ വീട്ടിലേക്കൊന്ന് ചെല്ലണമെന്ന് അവളുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ കാര്യം? കല്യാണത്തിന് നേരം കുറിക്കാൻ അവിടെ ജോത്സ്യം വരുന്നുണ്ട്. രാമൻ നായർക്ക് നിർബന്ധം നീ കൂടെ വേണം. ഈ കല്യാണം നടത്താതിരിക്കുന്നതാ നല്ലത്. വെളിപ്പാട് അകലെ എന്നൊക്കെ പറയണത് പോലെ ഇയാൾക്ക് ചുറ്റും മരണം പതിയിരിക്കുക. ശത്രുക്കൾക്ക് നടുവിലായി ജാതകക്കാരൻ. തൽക്കാലം ഈ ആലോചനയെ പറ്റി മറക്കുന്നതാ നല്ലത്. മറക്കാനല്ല, കല്യാണം നടത്താൻ വേണ്ടിയ ജോത്സ്യരെ വിളിപ്പിച്ചത്. സമയവും കാലവും ജാതകവും ഒന്നും നോക്കാതെയും ഓരോരുത്തരും കല്യാണം കഴിക്കുന്നില്ലേ? അവരും ജീവിക്കുന്നില്ലേ? കുട്ടിയോടൊരു തർക്കത്തിന് ഞാനില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. സഞ്ജുവിന് ഒന്നും സംഭവിക്കില്ല. ഇനി സംഭവിച്ചാലും ജീവിതകാലം മുഴുവൻ വിധവയായിട്ട് കഴിയാൻ ഞാൻ തയ്യാറാ. എന്തിനാ കരഞ്ഞ? സഞ്ജു വന്നിട്ട് കുറെ നേരമായോ? എനിക്ക് ഈ ജോത്സ്യത്തിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയുന്ന കേട്ടിട്ട് ചെറിയൊരു വിശ്വാസം തോന്നിപ്പോവാ. അതെന്താ? ആ പറഞ്ഞതെല്ലാം ഒരു പരിധി വരെ സത്യമാണ് സോന. നിനക്കറിഞ്ഞൂടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും എന്നെ കൊല്ലാൻ തക്കം നോക്കി നടക്കുന്നവരാ. ജോത്സ്യം പറഞ്ഞ പോലെ സമയം നേരെയാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം നേരെയാകുന്നില്ലെങ്കിലോ? കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കല്ലേ? സഞ്ജു ഒന്ന് വാക്ക് മാറ്റിയല്ലേ? എനിക്കറിയണ്ട. ശരി, സബ് ഇൻസ്പെക്ടർ സഞ്ജീവ് കുമാർ വാക്ക് പാലിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം. മിനിസ്റ്റർ കാറിന് മുമ്പിലാട്ടാ ജീപ്പ് കൊണ്ട് നിർത്തുന്നത്. എടുത്തു മാറ്റാനല്ല സാർ കൊണ്ട് നിർത്തിയത്. എനിക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം. എന്തോ മിനിസ്റ്ററെ കാണണമെന്നോ? എടാ വിട്ടി, ഒരു സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ വീട്ടിൽ മീൻ മേടിക്കാൻ പോകുന്ന വേലക്കാരന്റെ വിലയേ ഉള്ളു. അങ്ങേരെ വഴിയടയെന്ന് വെച്ചാലേ നിന്റെ ചെപ്പാക്കുറ്റിക്ക് അടിക്കിട്ടും. എടുത്ത് മാറ്റാ കോപ്പ വണ്ടി. എന്നെ പറ്റി ശരിക്കറിയാലോ. ACP ആണെന്നും പബ്ലിക് റോഡാണെന്നും ഒന്നും ഞാൻ നോക്കില്ല. എന്താ പ്രശ്നം? വിദേശ പര്യടനം കഴിഞ്ഞെത്തിയ മിനിസ്റ്റർ മാധവ മേനോന്റെ കാറിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും ഹവാല ഇടപാടിൽപ്പെട്ട കണക്കില്ലാത്ത ഫോറിൻ കറൻസി നോട്ടുകളും ഉണ്ടെന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം മിനിസ്റ്ററുടെ കാർ മുന്നോട്ട് വിടാൻ പറ്റില്ല. ഞങ്ങളുടെ നേതാവിനെ പറ്റി അനാവശ്യം പറഞ്ഞാലോ? മന്ത്രി മാധവ മേനോൻ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര ബഹളം ഉണ്ടാക്കിയാലും ശരി, സെൻട്രൽ ബ്യൂറോ ഓഫീസേഴ്സ് ഇവിടെ എത്തുന്നവരെ മിനിസ്റ്ററുടെ വണ്ടി ഞാൻ വിടില്ല. നിനക്കെന്താ വേണ്ടത്? സർ, അങ്ങേക്ക് വിഷമം തോന്നരുത്. ഫോറിൻ ട്രിപ്പിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും കറൻസിയും വിദേശത്ത് നിന്ന് കടത്താറുണ്ടെന്നും ഇത്തവണയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന് നീ എന്നെ പുളുത്താനാ? ഐ ആം ചന്ദ്രബാബു, റൂറൽ SP. സർ, ഇന്നലെ ചാർജ് എടുത്തു അറിഞ്ഞു. താൻ വണ്ടി എടുത്ത് മാറ്റ്. മിനിസ്റ്റർ പോട്ടെ. എന്താ പറഞ്ഞ കേട്ടില്ലേ? വണ്ടി എടുത്ത് മാറ്റണോ? സോറി സർ, മിനിസ്റ്ററുടെ വണ്ടി കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. എടാ റാസ്കിൽ, ഇതൊക്കെ നോക്കാനാ ഇവിടെ SP-യും ACP-യും സർക്കിളൊക്കെ നിൽക്കുന്നത്. അവരുടെയൊക്കെ മുന്നിൽ നീ ഷൈൻ ചെയ്യാ? ഒരു പീറ സബ് ഇൻസ്പെക്ടർക്ക് ഇത്ര ധിക്കാരോ? പീറ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും ഞാനും ഈ നാട്ടിലെ ഒരു പൗരനല്ലേ സർ. ആ കടമയെങ്കിലും എനിക്ക് നിറവേറ്റണ്ടേ?
You dirty bastard! What the hell do you think you are doing? Don't you realize you are far beyond your authority limits, son of a... ഊട്ടിയിലെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച നിങ്ങൾക്കൊക്കെ ഇതിലും നാറിയ ഇംഗ്ലീഷ് തെറികൾ വിളിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ സർക്കാർ സ്കൂളിൽ പഠിച്ച എനിക്ക് അതത്ര വശമില്ല. എന്നാലും എന്റെ തന്തയ്ക്ക് വിളിക്കുന്നവനെ നടു റോട്ടിലിട്ട് പുളിച്ച തെറി വിളിക്കാൻ മാത്രമല്ല, ആട്ടിച്ച് ചെപ്പക്കുറ്റി പൊട്ടിക്കാനും ഞാൻ മടിക്കില്ല. ഒരു ഡൂക്ലി എസ് ഐക്ക് ഇത്ര അഹങ്കാരമോ? ഇത് വെച്ചുറപ്പിക്കാൻ പറ്റില്ല. ഞാനൊരു ഡൂക്ലി എസ് ഐ ആണ്, സമ്മതിച്ചു. അത്താഴ പട്ടിണിക്കാരൻ അയ്യപ്പൻ നായരുടെ മകൻ സഞ്ജീവ്. പക്ഷെ നിങ്ങളിൽ ഒരുത്തനാണ് ഞാനും. ആ വിലയെങ്കിലും എനിക്ക് തരണം. മാന്യതയുടെ മുഖം മൂടിയിട്ട് മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളെ വിറ്റ് കാശുണ്ടാക്കുന്ന കള്ളന്മാരായ ഭരണാധികാരികളെ നമ്മൾ തിരിച്ചറിയണം. ഈ മാധവമേനോനും കുടുംബവും കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിലിരുന്നുകൊണ്ട് എത്ര കോടികളാണ് സമ്പാദിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അറിഞ്ഞില്ല, നടിക്കുകയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന ഇവനൊക്കെ ഇന്ന് നടക്കുന്ന ബെൻസ് കാറും ആസ്വദിക്കുന്ന ആർഭാട ജീവിതവും നമ്മുടെ ചോര നീരാക്കിയ കാശുകൊണ്ടാണ്. എന്നിട്ടും ഇവരെയൊക്കെ ജയിപ്പിച്ച് നമ്മൾ വീണ്ടും മന്ത്രിമാരാക്കുന്നു. ജനങ്ങൾ അത്ര വിഡ്ഢികളാണെന്ന് ഇവർ തന്നെ പറയുന്നു. പക്ഷെ അതിലൊരു വിഡ്ഢിയാവാൻ ഞാൻ തയ്യാറല്ല. മാധവമേനോന്റെ മുഖം മൂടി ഇന്ന് ഞാൻ പൊളിക്കും. ഞാൻ പറയുന്ന സത്യമാണെന്ന് നിങ്ങളെല്ലാവരും ബോധ്യപ്പെടുത്തും. നോക്ക്, ഇനി നിങ്ങൾ പറ, ഒന്നിനും കൊള്ളാത്ത വെറും ഒരു സബ് ഇൻസ്പെക്ടർ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. ഓ സോറി, എത്ര ശ്രമിച്ചിട്ടും ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഏതായാലും പ്രശ്നം വഷളാകുന്നതിന് മുമ്പ് ഇങ്ങ് എത്തി, രക്ഷപ്പെട്ടു. എന്നാ സാർമാരെ, We are from CBI. ഇവിടം കൊണ്ട് പറ്റാത്തതുകൊണ്ടാ അങ്ങ് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത്. മിസ്റ്റർ മാധവ് മേനോൻ, താങ്കൾ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുണ്ട്. സുന്ദരി സുന്ദരി. മുടി ചീകല വരെ ആയല്ലോ, മണി 10 കഴിഞ്ഞു. ഓ സോറി മാഡം, എണീക്കാൻ കുറച്ച് താമസിച്ചുപോയി. കല്യാണം കഴിഞ്ഞപ്പം ഭയങ്കര ഉഴപ്പാണല്ലേ? പൊടി പൊടി കാന്താരി. ആന്റി രാവിലെ തന്നെ ജോലിക്ക് പോയത് കണ്ടോ? പിന്നെ നിന്റെ ആന്റി ആരാടി? ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ? ഈ വീട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാ. വ്യവസായ മന്ത്രി മാധവ മേനോനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. മേനോന്റെ രാജി മുഖ്യമന്ത്രി സ്വീകരിച്ചു. സഞ്ജീവേ, ഇനിയിപ്പോ അവര് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. നീ സൂക്ഷിക്കണം. വീടിന് പോലും വേണമെങ്കിൽ പോലീസ് സെക്യൂരിറ്റി കൊടുക്കണമെന്നാ CM DGP വിളിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് അച്ഛാന്നും ഇല്ലാത്തത്. തൽക്കാലം മാമ്പള്ളി മേനോമാരുടെ ചിറ കൊടിഞ്ഞിരിക്കുക. ഇനി പെട്ടെന്നൊന്നും വലിയ പറക്കൽ കാണില്ല. ഒരു പോലീസ് ഓഫീസർ ഒന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. മാധവ മേനോൻ ജയിലിൽ പോയാലും മുകുന്ദൻ ക്രൈംബ്രാഞ്ച് SP ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. മുൻ മുഖ്യമന്ത്രി അമ്മാവനും അസാം ഗവർണറും ഒന്നും മോശക്കാരല്ല. അൽ-ഖ്വയ്ദ തീവ്രവാദികളുടെ വിമാനറാഞ്ചൽ ഭീഷണി മൂലം അനിശ്ചിതമായി വൈകുന്ന ഫ്ലൈറ്റുകൾ ഗൾഫ് യാത്രക്കാരെ വല്ലാതെ വലിച്ചിരിക്കുകയാണ്. കൃത്യസമയത്ത് എത്താത്തതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടവരും വിസയുടെ കാലാവധി തീർന്നതുകൊണ്ട് ഗൾഫിലോട്ട് പോകാൻ കഴിയാത്തവരുമായ നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. സർ, ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതുകൊണ്ട് പ്രവാസികളായ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉടനടി ഉണ്ടാക്കേണ്ടതാണ്. ലോകമെമ്പാടും ഇതുപോലുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ സർവ്വസാധാരണമാണെങ്കിലും ഇന്ത്യയിൽ ഇങ്ങോട്ട് വാടി കഴിവേറ മോളെ, അവൻ നിന്നെ തപ്പി വരുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെടി.
കൺട്രോൾ റൂം. ഞാൻ സഞ്ജീവ് കുമാറാണ്. ഹലോ, AC ഓഫീസ് അല്ലേ? ജെയിംസ് ആണെന്ന് കൊടുക്കോ? എവിടെ പോയി? ഹലോ ഹലോ സാർ, ഞാൻ സാറിനെ കുറെ നേരമായി ട്രൈ ചെയ്യുന്നു സാർ. അവന്റെ സോനെ കൊണ്ടുപോയി സാർ. ആ കഴിവുറ മോൻ അലക്സ, അവൻ ദുബായിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവൻ അവളെ കൊണ്ടുപോയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? അവളിപ്പോ എവിടെയുണ്ട് സാർ? നീ നേരെ ഐലൻഡിലുള്ള റോക്ക് റോസ് ബംഗ്ലാവിലേക്ക് വാ. സോണയെ കൊണ്ടുപോവാം. വേറെ ആരും അറിയണ്ട, നമുക്ക് വന്നിട്ട് സംസാരിക്കാന്ന് പറ. വേറെ ആരും അറിയണ്ട, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ ഉടനെ എത്തിക്കോളാം. ഞാൻ ചതിച്ചു. സ്വന്തം ചേട്ടനെ പോലെ എന്നെ സ്നേഹിച്ച എന്റെ സഞ്ജീവിനെ ഞാൻ ചതിച്ചു. ഇനി ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? താൻ എന്തിനാണോ പുല്ലേ ഒരു പിശാചിനെ പോലെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പിന്തുടരുന്നത്? എന്റെ കുടുംബം നശിപ്പിച്ചു, എന്റെ കരിയർ നശിപ്പിച്ചു. ഇപ്പോൾ എന്റെ മക്കളെ പിടിച്ചുവെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. ലോകത്ത് ആരും ചെയ്യാത്ത ചതി എന്നെ കൊണ്ട് നീ ചെയ്യിച്ചു. ഇതിലും ഭേദം നീ എന്നെ ഷൂട്ട് ചെയ്യുവാണ്. കൊല്ലടാ, കൊല്ലേ, എനിക്കില്ല ജീവിക്കട്ടോ. അമ്മയില്ലാത്ത നിന്റെ പെമ്മക്ക് പിന്നെ ആരും ഇല്ലാണ്ടാവില്ലേ? അത് വേണ്ട. ഇതൊരു നിസ്സാര കാര്യമല്ലേ? സഞ്ജീവിന്റെ ഭാര്യയും കൊണ്ട് അലക്സും പ്രകാശും പോയിക്കോളും. ഇന്ന് അവർക്കുള്ളത് ആ പെണ്ണ്. പക്ഷേ സഞ്ജീവിനെ ഇവിടെ വരുത്തണം. എനിക്കവനെ വേണം. അതിന് കളിച്ചൊരു കളിയല്ലേ ഇത്? താനങ്ങ് ക്ഷമിക്കും. വേണ്ട, നിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്റെ മക്കളെ എനിക്ക് വേണം. എടാ, എന്റെ മക്കളെ എനിക്ക് വേണമെന്ന്. കൊണ്ടുപോവനെ.